LDF-ൽ ചേരാനായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസിനെ ഇ പി ജയരാജൻ ക്ഷണിച്ചു എന്ന ആരോപണം തള്ളി ടി.ജി. നന്ദകുമാർ. ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് കള്ളമെന്നും ദീപ്തി ജയരാജനെയാണ് പോയി കണ്ടതെന്നും നന്ദകുമാർ 24-നോട് പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല, വിവിപാറ്റ് രസീതിന്റെ കോപ്പി തനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് പറയുന്നത് 100% തെറ്റായ കാര്യമാണ്. ദീപ്തി മേരി വർഗീസിനെ ചെന്ന് കണ്ടത് ഞാനാണ്, അവരുടെ ഫ്ലാറ്റിൽ. അവരാണ് ഇ പി ജയരാജനെ വന്ന് കണ്ടത്. അന്ന് കാണാൻ എന്താ ബുദ്ധിമുട്ട്? ബൈ ഇലക്ഷൻ്റെ ചാർജുമായിട്ട് അധികം പാലാരിട്ടത്തുണ്ട്, താമസം എവിടെയാണ്. കാരണം അധികം ഒന്നും പോയി കണ്ടിട്ടില്ല. വെറുതെ തെറ്റായ കാര്യമാണ്. അവർ ഉമാ തോമസിന് വോട്ട് ചെയ്തില്ല. അവർ രേഖപ്പെടുത്തിയ വോട്ട് ആർക്കാണെന്ന് ബോധ്യപ്പെടുത്താൻ അവർ അതിൻ്റെ വിവിപാറ്റ് കോപ്പി എനിക്ക് അയച്ചു തന്നത്. വിവിപാറ്റ് കോപ്പി അങ്ങനെ എടുക്കാൻ പറ്റില്ല ആ വോട്ട് ചെയ്യാൻ ആക്കല്ലാതെ. അവരാണ് പറയണത് ഈ വെറുതെ അസംബന്ധം അധിക്ഷേപിക്കുകയാണ് ഈ പേര്. അതൊന്നും ഒരു കാര്യമൊക്കെ നമ്മൾ ഒരു ബൈ ഇലക്ഷൻ സമയത്ത് ഒരു ചില കാര്യങ്ങൾ നമ്മൾ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ കാണണമെന്ന് ആര് വന്നാലും കാണൂലേ. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാംകുമാർ, ഇന്നലെ ദീപ്തി മേരി വർഗീസ് 24-ന് സ്ഥിരീകരിച്ചത് ഇ പി ജയരാജൻ അങ്ങോട്ടേക്ക് ബന്ധപ്പെട്ടിരുന്നു, ഒപ്പം ചില ഓഫറുകൾ നൽകിയിരുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ താൻ കൂടുതലൊന്നും ചിന്തിക്കാതെ ഇതെല്ലാം നിരസിച്ചു എന്നായിരുന്നു അവർ ഇന്നലെ പറഞ്ഞത്. ഇനിയിപ്പോൾ നന്ദകുമാർ വ്യക്തമാക്കുന്നത് എന്താണ്? അങ്ങോട്ടേക്കൊരു ക്ഷണം ഉണ്ടായിട്ടില്ല, തിരിച്ചിങ്ങോട്ടേക്കാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വിവിപാറ്റിന്റെ കാര്യം, ഇതൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? അനുജ, ഇതൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് പറയേണ്ട രണ്ടുപേർ, ഒന്ന് ദീപ്തി മേരി വർഗീസും നന്ദകുമാറും തന്നെയാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണ് ഇതിൽ എന്താണ് ശരിക്കും നടന്നതെന്ന് അറിയാവുന്നത്. ഏതായാലും ഇന്നലെ ദീപ്തി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, തന്നെ ഇ പി ജയരാജൻ വന്ന് കാണുകയും ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നന്ദകുമാർ പറയുന്നത് മറ്റൊരു രാഷ്ട്രീയ ആരോപണം കൂടിയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോലും ദീപ്തി മേരി വർഗീസ് തയ്യാറായില്ല, മറിച്ച് ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ വിവിപാറ്റിന്റെ സ്ലിപ്പ് തനിക്ക് അയച്ചു നൽകി എന്നുള്ളതാണ്. ഏതായാലും ഈ രാഷ്ട്രീയ ആരോപണം വലിയ രീതിയിൽ കോൺഗ്രസിലും ചർച്ചയായിട്ടുണ്ട്. നന്ദകുമാറിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പക്ഷെ അപ്പോഴും ഇതിന്റെ യഥാർത്ഥ നിജസ്ഥിതി എന്തെന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്ന രണ്ടുപേർ നന്ദകുമാറും ദീപ്തിയും മാത്രമാണ് അനുജ. അതാണ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.